ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഗെയിമിൻ്റെ ബാക്കി ലിംബോ സെക്കൻഡ് പാർട്ട് തുടങ്ങിയിരിക്കുകയാണ്. സംഭവം ഇവിടെ നിന്ന് ഇത് നമ്മുടെ തലയിൽ മറ്റേ എന്തോ പാരസൈറ്റ് അത് വീണിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എസ്കേപ്പായി അടുത്ത സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെ ഒരു സൺലൈറ്റ് ഉണ്ട് മിക്കവാറും. അതെ, അവിടെ നിന്ന് ലൈറ്റ് അടിച്ചു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് കയറാൻ നോക്കി, അത് പറ്റത്തില്ല. കാരണം അങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ ഇരുന്നത്. ഇപ്പോൾ അവിടെ ചെന്ന് ലൈറ്റ് അടിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചാടാൻ പറ്റും. അത് നമുക്കപ്പോൾ മനസ്സിലായിട്ടില്ലായിരുന്നു. ഓക്കെ, അത് നേരത്തെ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം. നമ്മളിവിടെ വന്നിട്ട് താഴോട്ട് വീണു പോവുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, നമുക്കിനി ഇത് നല്ല പൊങ്ങി വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് ചാടാനുള്ളത്. ഓക്കെ, നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മേളിലേക്ക് താഴെ എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ 2x യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇല്ലെങ്കിൽ ചെറിയ ലാഗ് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിരിക്കത്തിരി മടുക്കും. അതുകൊണ്ട് അവിടെ ഞാൻ 2x പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. ഓക്കെ, നമ്മൾ കാടുള്ള ഏരിയയിൽ നിന്നും അവിടെ എത്തുമ്പോൾ ജമ്പ് ചെയ്യണമായിരുന്നു. ഓക്കെ, നമ്മൾ കാടുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇനി നമ്മുടെ നഗരത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ വീട്ടിൻ്റെ ചിമ്മിനിയൊക്കെ കാണാം നമുക്ക്. വീട്ടിൻ്റെ മുകൾ വശത്തൂടെയാണ് നമ്മൾ ചാടിപ്പോകുന്നെന്ന് തോന്നുന്നത്. അതെ, ഓട് കണക്കിരിക്കുന്നുണ്ട്. അതെ, ഓടൊക്കെ തള്ളിയിട്ടുകൊണ്ടാണ് വരുന്നത്. ഇവിടുന്ന് ആ പൈപ്പിലോട്ട് ചാടി പിടിച്ച്. ഓക്കെ, പൈപ്പ് ഇളവിയൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് താഴെ പോയെന്ന്, പക്ഷേ ഇല്ല. ഇത്രയും റിസ്ക് എടുത്ത് സ്വന്തം അനിയത്തിയെ കാണാനായിട്ട് ഉള്ള തേരോട്ടമാണ് ഗൈസ്. ഇതിൽ ലൈറ്റിൽ ഷോക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളത് ഷോക്ക് ഉണ്ടോ? ചാടി നോക്കാം. ഉണ്ട് ഗൈസ്, ഷോക്കുണ്ട്. നമ്മൾ റിസ്ക് എടുക്കണ്ടായിരുന്നു. കുഴപ്പമില്ല, അടുത്ത തവണ സെറ്റാക്കാം. കത്ത് നിൽക്കുമ്പോൾ ചാടണം. അപ്പോൾ നമ്മൾ താഴെ എത്തുമ്പോൾ ആണായി പെട്ടെന്ന്. യെസ്, ഓയിൽ ലൈറ്റില്ല. അയ്യോ, ഓക്കെ, എന്തായാലും നമ്മൾ താഴെ ഇറങ്ങണം. കാരണം നമുക്ക് അവിടെ ഒരു ഇതുണ്ട്, എന്തോ കേബിൾ എന്തോ പൊട്ടിക്കിടപ്പുണ്ട്, അതിൽ തൂങ്ങി വേണം. ഓക്കെ, ഇവിടെ നമുക്ക് അതിൻ്റെ സ്വിച്ച് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഫുൾ ലൈറ്റും ഓഫാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് വന്നതുപോലെ തന്നെ തിരിച്ചു പോവാം. ഇനി നമുക്ക് ഷോക്കൊക്കെ ഇല്ല ഗൈസ്. നമ്മളത് എൻ്റെ മെയിൻ സ്വിച്ച് അങ്ങ് ഊരി. ഓക്കെ, നൈസ്. ഗൈസ്, നെഞ്ചിടിയോടുകൂടിയാണ് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നുന്നു മിക്കവാറും. ഇതിലെ ചില സീനുകളൊക്കെ ഭയങ്കര ചില ഭാഗങ്ങൾ ഭയങ്കര പാടാണ് ഗൈസ്. ഗ്ലാസ് പൊട്ടി. ഓക്കെ, നമ്മൾ ആ ഗ്ലാസ് പൊട്ടിച്ചാണ് താഴെ ഇറങ്ങാനുള്ളത് സത്യം പറഞ്ഞ. ഓക്കെ, നമുക്കപ്പോൾ ഓക്കെ, ഇത് തള്ളിക്കൊണ്ടുവന്ന് അത് മൂവ് ആവണേൻ്റെ സ്പീഡിൽ നമ്മൾ അവിടെ ജമ്പ് ചെയ്യണം. അങ്ങനെ ആയിരിക്കണം. നോക്കട്ടെ. ഗ്ലാസ്സിൽ ചാടണം ഗൈസ്. ഗ്ലാസ്സിലാണ് ചാടണം. ഓക്കെ, വൺസ് മോർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗ്ലാസ് വരെ എത്തണം. ഓക്കെ ഗൈസ്, നമ്മൾ വലിയൊരു മിസ്റ്റേക്ക്. നമ്മൾ അവിടെ എത്തുമ്പോൾ ജമ്പ് ചെയ്യണമായിരുന്നു.
നമ്മളത് നോട്ട് ചെയ്തില്ല. ഓക്കെ, അതിൻ്റെ എല്ലാം കേബിൾ പൊട്ടിയിരിക്കുക. ഓ ഓക്കെ, ഇനി എന്തായാലും താഴോട്ടായിരിക്കും ഇറങ്ങാനുള്ള. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഒന്ന് പോയി നോക്കാം. അത് ഓ ഇപ്പൊ തല വീണ് അടുത്ത സമാധിയായന. പക്ഷെ നമ്മളവിടെ നിന്ന് വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമുക്ക് എന്തായാലും റൈറ്റിലോട്ടായിരിക്കാം പോകേണ്ടത്. ഇത് സ്ഥലം എവിടാന്ന് മനസ്സിലാവും. ഇത് മറ്റേ സാധനമില്ലേ തലയിൽ വീഴുന്ന, എന്തായാലും വീഴും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കുറച്ച് നമുക്കൊന്ന് ടു പോവാം, ഇല്ലെങ്കിൽ ലാഗാവും. ഓക്കെ, ഇവിടെ സൺലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത് സൺലൈറ്റ് നമ്മുടെ തലയിലടിക്കുമ്പോൾ നമ്മൾ റിട്ടേൺ പോകുന്നുണ്ട്. അവിടെ സൺലൈറ്റ് അടിച്ചാൽ അവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകും, ഇവിടെ സൺലൈറ്റ് അടിച്ചാൽ നമ്മൾ റൈറ്റിലോട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. ഇവിടെയൊക്കെ നല്ല വെട്ടമുണ്ട്, പക്ഷെ അതൊന്നും ഗെയിമിന് ബാധകമല്ല. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ എന്തോ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്തോ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള പസിൽസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിറയ്ക്കാതെ പോവുക, ഇതൊക്കെ എന്താണെന്നും അറിയാൻ പറ്റും. ഓ മൈ ഗോഡ്, സംഭവം നമ്മളതിൽ ചാടണമായിരുന്നു. ചാടിയ താഴത്തെ തലയൊക്കെ ഉരുത്തെറിച്ച്. എന്നിട്ട് അവൻ കടി വിടാണ്ട് പിടിച്ചിരിക്കുക. ഓക്കെ, ഇപ്പോൾ ആ ബോക്സ് താഴെ വീഴും ഗൈസ്. ആ ബോക്സിൻ്റെ പുറത്തൂടെ ചാടി നമ്മൾ അപ്പുറം പോകാം. ഓക്കെ, സിമ്പിൾ. അത് മേളിൽ മറ്റേ കാക്ക ഉണ്ട്, കാക്ക മലയിലേ. ഓക്കെ, അതെടുത്ത് ഗൈസ്. ഇനി നമ്മൾ സംഭവം നല്ല ചേർന്ന് വരുമ്പോൾ, ബ്ലേഡ് ചേർന്ന് വരുമ്പോൾ നമ്മൾ ജമ്പ് ചെയ്യണം. അത് ജസ്റ്റിനായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ചാടി ഓടും നമ്മൾ. ഓക്കെ, നമുക്കിനി എന്തായാലും ലെഫ്റ്റിലോട്ട് പോകാം. അവിടെ എവിടെയായിരുന്നു വഴി? ഇത് ചാടാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. ഓക്കെ 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 ഓക്കെ, ഇത് സംഭവം സീസ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഓടണം. ഓക്കെ, ഇത് മതിയാവും. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ താന്ന് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പൊങ്ങി വരുന്നതിന് മുന്നേ നമ്മൾ ഓടി അപ്പുറത്ത് പോകണം. അതെ ഗൈസ്, അങ്ങനെയാണ് സംഭവം. സിമ്പിൾ. ഇതിന് സ്വിങ് ചെയ്ത് വിടണം അങ്ങോട്ട്, ബാക്കിലോട്ട്. ഓക്കെ, ഭയങ്കര മൈൻഡ് ഗെയിമായത്. മൈൻഡ് ഗെയിം, അതെ, അങ്ങനെയും പറയാം. ഒരു വലിയ ക്ലൂ ഒന്നും ഇല്ലാത്ത സംഭവം, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ലിഫ്റ്റാന്ന് തോന്നുന്നു. ഇവിടെ ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. ഈ പെട്ടി എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കും, ഉറപ്പാണ്. പക്ഷേ ഈ പെട്ടി വെച്ചിട്ട് ഇവിടെ വലിയ ഒന്നും കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് തൽക്കാലം എന്തായാലും നോക്കാം. ഈ പെട്ടി വെച്ചിട്ട് ഇവിടെ വേറെ ഉപയോഗമൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് പോവാം. ഓക്കെ, പെട്ടിയുടെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമ്മൾ ചവിട്ടിയ സ്ഥലം സീസ പോലെ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലിവറുണ്ട്, ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. മേളിൽ നിന്ന് റോപ്പ് വരുന്നുണ്ട്. ഇപ്പം മനസ്സിലായി ആ പെട്ടി എന്തിനാ അവിടെ വച്ചിരുന്നതെന്ന്. ആ ബോക്സ് കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്, ഈ ഒരു രക്ഷയില്ല. ഓക്കെ, നമുക്ക് ആ പെട്ടി താഴെ പോയി എടുത്തോണ്ട് വരണം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് മേളിലോട്ട് പോവാം. അവിടെ എത്തിയ ഉടനെ തള്ളി താഴെ ഇറക്കണം. ഓക്കെ, ഇനി നമുക്കിത് മേളിൽ കൊണ്ടുപോകാം. തോന്നി അടുത്ത ഒരു രക്ഷയില്ല. ഇതിനായിരിക്കണം അതിന് ആ പിടി വച്ചിരിക്കുന്നത്, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്.
അല്ലാണ്ട് എത്ര ചാടിയിട്ടും കാര്യമില്ല. ഓക്കെ, നമുക്കാദ്യം പെട്ടി ബാക്കിലോട്ട് കൊണ്ടുവരാം. ഇനി പിടി ഇതെങ്ങനെ വന്നില്ല. ഓക്കെ 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 മേളിലിരിക്കുന്ന സമയത്ത് ഇല്ല വയസ്സ് അങ്ങനെയല്ല. ഓക്കെ, താഴോട്ട് താഴ്ന്ന് പോകുന്നതിന് മുന്നേ നമ്മളത് പിടിച്ച് അവിടെ കൊണ്ടുവയ്ക്കണം. ഓക്കെ ഓക്കെ പക്ഷെ അത് അതിൻ്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട് ഗൈസ്. ഇത് ഭയങ്കര പാടാണല്ലോ. ആ ഒരു ടൈമിങ് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ, താത്തൊണ്ണെ പോയി അതിനെ പിടിച്ചോളാം. ഓക്കെ, സിമ്പിൾ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ അല്ലയോ എന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ കറക്റ്റ് ആയിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ താഴെ വലിച്ചോണ്ട് പോകുന്നു. അതിന് മുന്നേ നമുക്ക് ഈ രാജ്യം കടക്കാം. ഇല്ല, അത്രേ ഉള്ളു. ഇനി നമുക്ക് മേലിലോട്ടാണ് പോകാനുള്ളത്. പക്ഷേ ഇത് നമ്മൾ പുള്ളി ഇതൊന്നെ അതെ, പുള്ളി ഇതൊന്നെ അത് പൊങ്ങുന്നതിന് മുന്നേ നമ്മൾ ചാടി കയറണം. യെസ്, പിന്നെ അല്ല, സിമ്പിൾ പസിൽ. ഇതൊക്കെ ഒരു ടഫാണോ ഗൈസ്? ഓക്കെ, ഇവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് തോന്നുന്നു. അതെ, ഓക്കെ, 2 പെട്ടി. ഓക്കെ, ഓ ഓ ഓ ഓ 2 പെട്ടി. അതെ, 2 പെട്ടി ചേർത്ത് വെക്കണം, കാരണം ഇത് വലിയ മെഷീനാണ്. ഓ, നടന്നില്ല. 2 പെട്ടി ചേർത്ത് വെച്ച് നമ്മൾ ചാടി തന്നെ മണ്ടേ കയറണം, കാരണം ഇത് വലിയ മെഷീനാണ്. സോ ടൈമിങ് വേണം. ഓക്കെ ഓക്കെ ഇതല്ലേക്കോ. ഓക്കെ, സിമ്പിൾ. അടുത്തെത്തുന്നവരെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ആ, കുഴപ്പമില്ല, ചാടി പോവാം. ഓക്കെ, അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞ്. ഇനി അടുത്ത് എന്ത് കെണിയാണെന്ന്. എന്താ ഓടിയത് ഇങ്ങോട്ട്? ഗൈസ്, നിങ്ങളെ കണ്ടായിരുന്നോ റൈറ്റ് സൈഡിലോട്ട് എന്തോ ഓടിയത്? നമുക്ക് അങ്ങോട്ടാണ് പോവാനുള്ളത്. പണിയായല്ലോ. അങ്ങോട്ടല്ല ഗൈസ്, എന്തായാലും അങ്ങോട്ടല്ല. അങ്ങോട്ടാണ്. ആ വെളുത്ത 2 കണ്ണ് മാത്രമേ കാണാനുള്ളൂ. മുട്ടക്കണ്ണ് മാത്രം അവിടെ നിന്ന് തിളങ്ങുന്നു, അല്ലാണ്ട് അവിടെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും മേളിലോട്ടായിരിക്കണം പോകേണ്ടത്. ഇനി അങ്ങോട്ട് വല്ലതും ഉണ്ടോ? കളിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങോട്ട് എന്താന്ന്. ഓക്കെ, ഇവിടെ എന്താ? ഏണിയൊക്കെ തുരുമ്പെടുത്ത് പോയി. ഓക്കെ, സിമ്പിൾ. നമ്മൾ അതിൻ്റെ മേളിലാണ് ഇനി സവാരി. ഓക്കെ, അത് ശ്രദ്ധിക്കാണ്ട് അതിനെ തൂക്കണം. നീ നോക്കുന്നുണ്ട്, അനങ്ങാതെ നിൽക്കാം. ഓക്കെ, നോക്കുന്നുണ്ട്, അനങ്ങാതെ നിൽക്കുക. നോക്കുന്നുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധ തിരിച്ച് നമ്മൾ അതിൻ്റെ മണ്ടയിലിഞ്ഞ് യാത്രയാവണം. അതാണ് അടുത്ത. ഓക്കെ 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 ചാടി കയറിയിട്ടുണ്ട് ഗൈസ്. അതെവിടെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാഹസികമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പാവം, അത് നമ്മളെ ഹെൽപ്പ് ചെയ്തതാണ്. അതിൻ്റെ ഒരു കാലും കൂടെ കൊണ്ടുവന്നു. മേളിലെന്തോ മെഷീനൊക്കെ ഇതാവുന്നുണ്ട്. ചാടി കയറാൻ പറ്റിയില്ല, കുഴപ്പമില്ല. നമ്മൾ എന്തായാലും മേളിൽ പോകേണ്ടി വരും. മേളിലാണെന്തോ പരിപാടികളുള്ള. ഓക്കെ, ഇതിനപ്പുറത്തുകൊണ്ട് പോകണം. അത് അതുവരെ വരത്തുള്ളൂ. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് എന്തോ വരും സാധനം. വരുന്നതിനെ ഇത് വച്ച് ക്യാച്ച് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോകണം. അതായിരിക്കണം.
ഓക്കെ, നമുക്ക് ചാടാനുള്ള ടൈം ചിലപ്പം കിട്ടില്ല, അതുകൊണ്ട് ഇപ്പുറത്ത് നിന്നുകൊണ്ട് തള്ളാനായിട്ട് വരും. അതെ, ടയർ വരുന്നുണ്ട്. ആ ടയറിനെ നമ്മൾ താഴെ കൊണ്ടുപോകണം. ഓക്കെ, നമ്മൾ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഓടി വരുമ്പോഴത്തേക്ക് ഇത് താഴെ പോകും ഗൈസ്, ഉറപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് താഴെ പോയി നോക്കാം താഴെ എന്താന്ന്. ഇറങ്ങുന്നുമില്ലേ? ഭയങ്കര മൈൻഡ് സെറ്റാക്കിയ ഗെയിമാണ്. എന്താ ഇതൊന്നും ഒരു പിടുത്തവും ചിലപ്പോൾ കിട്ടില്ല. ഞാൻ ചിലതൊക്കെ ടക്ക് ടക്കനെ കളിച്ചു പോകുന്നത് മുമ്പ് കളിച്ചിട്ടുള്ളതാണ് ഗൈസ്. എനിക്കൊരുവിധം പണ്ട് കളിച്ചിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. കുറേ ഭാഗമൊക്കെ ഞാൻ മറന്നു. പക്ഷെ ചിലപ്പോൾ ഞാൻ ഒരു 10-20 തവണയൊക്കെ ഔട്ടാവുന്നുണ്ട്. അതൊക്കെ എടുത്ത് കളയുന്നതാ, കട്ട് ചെയ്ത് കളയുന്നതാ. ഒറ്റ ഇതിലൊന്നും ജയിക്കുന്നതല്ല. ഓക്കെ, ചടിക്കോ. ഓക്കെ, ആ രണ്ടാമതോ ടയർ വരും. ആ ടൈം കൊണ്ട് നമ്മളിങ്ങനെ താഴെ ഇറക്കണം. ഓക്കെ, ഇനി താഴെ പോയി എടുത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അവിടെ ഒരു ലിവർ ഉണ്ട്, അത് പുള്ളി ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ വഴി തന്നെ. ഭയങ്കര ടൈറ്റാണ് ഗൈസ്. ഇതൊക്കെ എന്ത് മെഷീനാണ്, എന്ത് ഫാക്ടറിയാന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മളിത് എവിടെയാ? ഇത്രയും ദൂരമൊക്കെ അവൻ്റെ അനിയത്തി വരാൻ സാധ്യത ഉണ്ടോ? അവിടെ എല്ലാവരും ഇറങ്ങേണ്ട. ഓക്കെ ഓക്കെ, തറയുന്നൊരു ലിഫ്റ്റ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് രണ്ടും കൂടി ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ആ പെട്ടിയുടെ ആവശ്യമുണ്ട്. ഇതേ കണ്ടോ, പെട്ടിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ഇറങ്ങി. ശേ, ഓക്കെ, നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പോവാം. വീണ്ടും കയറി ഇറങ്ങി കാണുന്ന നിങ്ങൾക്ക് ലാക്കാവും. ഞാൻ ഓക്കെ, നമുക്ക് ഈ പെട്ടി എടുത്തുകൊണ്ട് പോവാം. എനിക്ക് തോന്നുന്നു 2 പെട്ടിയുടെ ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. തൽക്കാലം നമുക്ക് ആ ഫസ്റ്റ് ഈ പെട്ടി കൊണ്ടുപോയി നോക്കാം. സമ്മതിക്കൂല. ശേ, ഓക്കെ, പിടിച്ചുകൊണ്ടിരിക്കാം, വിടണ്ട. മിക്കവാറും ഇപ്പം തലയിൽ കൂടെ വീഴുമെന്ന് തോന്നുന്നു. താഴെ ഇറക്കി. ഇനി തലയിൽ കൂടെ അങ്ങനെ ചാവണ്ട. പെട്ടി താഴെ ഇറക്കിയിട്ടുണ്ട്. എന്താ സ്പൈഡർമാനോ? ഓക്കെ, നമുക്കിത് ഇവിടെ നിന്ന് കൊണ്ടുപോവാം. 2 പെട്ടിയുടെ ആവശ്യമുണ്ട് നമുക്ക്. ഓക്കെ, ആ പെട്ടിയും കൂടി എടുക്കാം. നമ്മൾ ചിന്തിച്ചങ്ങ് അറ്റം എത്തിക്കുകയാണ് ഗെയിം നമ്മളെ. ഓക്കെ, ഇപ്പം അടുത്ത തലയിലൂടെ തന്നെ രക്ഷപ്പെട്ടു നമ്മൾ. ഓക്കെ, ഇത് നമുക്ക് അതിൻ്റെ മേളിൽ വെക്കണം. കാരണം ഇത് ഈ ലിഫ്റ്റ് ഫുള്ള് പൊങ്ങത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി മറ്റത് കൊണ്ടുവന്ന് ആ ലിഫ്റ്റിലും വയ്ക്കാം, അല്ല സ്വിച്ചിലും വയ്ക്കാം. ഓക്കെ, പെട്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ എന്തോ ഒരു സ്വിച്ചുണ്ട്. ഓക്കെ, നമുക്കൊന്ന് സ്പീഡാക്കാം. സംഭവം ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം താഴെ കറണ്ടും ഉണ്ട്. ഇത് നമ്മൾ റിട്ടേൺ അങ്ങോട്ടാക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ സ്വിങ് ചെയ്യണം. ഇത് സ്വിങ് ചെയ്ത്
അങ്ങനെയാ സംഭവം. നല്ല സ്വിങ് ചെയ്തതിന് ശേഷം നമ്മൾ ചാടി ഇറങ്ങിയാൽ സ്വിച്ച് ഇതാക്കണം. അപ്പോൾ എന്നിട്ട് ടക്കനെ വന്ന് അത് ക്യാച്ച് ചെയ്യണം. പിന്നെ അല്ല ഓക്കെ, അത് പുള്ളി ചെയ്യാനായിരിക്കും ചിലപ്പോൾ. വീല് അതെ, സോറി, പുഷ് ചെയ്യാനായിരിക്കും. എന്തോ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ കമ്പനിയാണോ ഈ മെഷീൻ മൊത്തത്തിൽ തല കുത്തനാകുന്നുണ്ട്. ഇതെന്താ സംഭവം? എങ്ങോട്ടാ പോണ്ടേ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഓ ഇപ്പൊ ആ ഡോർ ഉച്ചയിലിരുന്നനെ. ഓക്കെ, ഇനി സ്പീഡായിട്ട് നമ്മൾ പോകണം ഗൈസ്. എങ്ങോട്ടാ പോണേന്ന് നമുക്കൊന്നും അറിയത്തില്ല. ഇത് അവിടെ ഒരു എന്തൊരു സ്വിച്ചിൻ്റെ ബോക്സ് ഉണ്ട്. ഓക്കെ, പണിയായല്ലോ. അത് നമ്മൾ മറ്റേ ലിറ്റിൽ ലൈൻ മേഴ്സിലൊക്കെ കളിക്കും പോലെ അതിന് കൈയെടുത്ത് കഴിഞ്ഞാൽ ഇത് പോകും. ഇതെന്താ? ഓക്കെ, ഇത് മാഗ്നറ്റിക് ഒരു ഫീൽഡാണ്. അപ്പോൾ നമുക്കിത് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇത് ജമ്പ് ചെയ്ത് വേണം നമുക്കങ്ങ് പോകാൻ. അപ്പോൾ ഇതൊരു സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്കണം. മതി. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആക്കാം. ഓക്കെ, ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ചാടി പോവാം. കയറോ ചേർക്കാൻ. ഓക്കെ, ഇതെന്താ സംഭവം? ഇതെല്ലായിടത്തും ഫുള്ള് ലോകം ചുറ്റി വരിക. അതിന് മുന്നേ നമ്മളിത് ചാടി പിടിക്കണം. ഓ ജസ്റ്റ് മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഇനിയിപ്പോൾ അതിൽ പിടിക്കാൻ പറ്റത്തില്ല. ഓ, തറയിൽ ഷോക്കും ഉണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യുക? ഒത്തിരി കത്തി. ഓക്കെ, യെസ്, പിടിച്ച് ഗൈസ്. ഇനി എന്തായാലും നമ്മൾ പിടിവിടത്തില്ല. പക്ഷെ തറയിൽ എങ്ങനെ ലാൻഡ് ചെയ്യും? അവിടെ ഫുള്ള് ഷോക്കല്ലേ, അതാ പ്രശ്നം. ഓക്കെ, ആ പെട്ടി മിക്കവാറും നിരങ്ങി അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചാടി ഇറങ്ങണമായിരിക്കും. അല്ലാണ്ട് വേറെ. അതെ, അങ്ങനെ തന്നെ. ഞാൻ വിചാരിച്ചു വീണ്ടും ഫ്രൈ ആയെന്ന്. ഓക്കെ, അവിടം വരെ നമ്മൾ വളരെ മിക്കവാറും അവിടെ നിന്ന് താഴോട്ട് ചാടാനായിരിക്കും. സ്ലൈഡ് ചെയ്ത് പോകണമായിരിക്കും. അല്ലാതെ കാരണം കറങ്ങിക്കൊണ്ടിരുന്ന വേൾഡൊക്കെ നിന്ന്. അതെ, അങ്ങനെ തന്നെ. ഓക്കെ, താഴെ ഒരു കല്ല് കിടപ്പുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, താഴെയല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് ഇനി എന്താ ചെയ്യണ്ടേ? ഓക്കെ, മേളിലൊരു ബോക്സ് ഇരിപ്പുണ്ട്. ആ ബോക്സ് നമുക്ക് എന്തിനോ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ആ ബോക്സ് തൽക്കാലം. ഓക്കെ, ആ ബോക്സ് തള്ളി ആ എൻഡി കൊണ്ടിട്ടതിന് ശേഷം അവിടെ നിന്ന് ജമ്പ് ചെയ്ത് പോകണം. അതെ. ഓ, മേളിൽ സേഫായിട്ടിരുന്ന കല്ല് ചെറുതായിട്ടൊന്ന് ഉച്ചിയിൽ വീണായിരുന്നു ഗൈസ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഭയം വേണ്ട, ജാഗ്രത മതി. നമ്മളിവിടുന്ന് സാഹസികമായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഓക്കെ, തള്ളിക്കോ. ആ കല്ലുരുണ്ട് തലയെ വീഴുന്ന മുമ്പ് തള്ളിക്കോ. ഓക്കെ, അത് എൻ്റെ കൊണ്ടെത്തിക്കൊണ്ട് നമ്മൾ ചാടിക്കൊള്ളണം. പെട്ടെന്ന്, സമയമില്ല. എന്തൊക്കെ ട്രാപ്പാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ബട്ടർഫ്ലൈ ഒക്കെ ചാടി പോകുന്നു. ബട്ടർഫ്ലൈ ഒക്കെ ഫ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ചാടി പോകുന്നത് നമ്മളാ ഗൈസ്. ഫൈനലി ഗായ്സ്, ഇത് ഒരുമാതിരി അങ്ങ് അറ്റത്തെ കള്ളക്കളി ആയിപ്പോയി.
അവന്റെ അനിയത്തെ കണ്ടതായിരുന്നു ദാറ്റ് മൂമെന്റ്. നീ എവിടെയാ സൂര്യപ്രകാശ് ഈ കമ്പനിക്കകത്ത് ചത്ത്. ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ്. ഒന്ന് ആഞ്ഞ് വാ തുറന്ന് വിളിച്ചാലും മതിയായിരുന്നു. ഓക്കെ സൂര്യപ്രകാശം തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും വെട്ടമടിച്ചാൽ മതി. കയ്യിലൊരു ടോർച്ചെങ്കിലും വെച്ചേക്കാനുള്ളതായിരുന്നു. ഓക്കെ എവിടെയല്ലേ അവൻ്റെ സിസ്റ്ററിനെ കണ്ടേ? ആ സ്ഥലം എവിടെ പോയി? ഇതെന്താ സ്ഥലം മൊത്തത്തിൽ മാറ്റം? സ്വപ്നം വരുന്നു അതൊക്കെ. വല്ലാത്തൊരു. ഓക്കെ ഇവിടെയൊക്കെ പെട്ടെന്ന് ചാടിയില്ലെന്നെങ്കിൽ പണി കിട്ടും. ഇതൊക്കെ എങ്ങനെയാ ചാടി പോണേ? എന്തോരം മെഷീനുകളാ. ഓക്കെ തൂങ്ങിക്കിടക്കാം നമുക്ക്. അത് താഴുന്നതിന് മുന്നേ നമുക്ക് അവിടെ നിന്ന് കയറി ചാടാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാകും. ഓക്കെ കാക്കകൾ. പക്ഷെ ഇവിടെ ഇരുന്ന് അവൻ്റെ അനിയത്തി എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത. ചാടിക്കും അത്രേ ഉണ്ടാവും കേട്ടാ. ഇനി നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ടായിരിക്കണം പോവേണ്ടേ. ഓക്കെ അയ്യോ ഓക്കെ ഇവിടെ കുറേ ഒന്ന് ലാഗായിരുന്നു ഈ സംഭവം. നമ്മൾ ആ ലാഡിൽ പിടിക്കാനുള്ള നമ്മുടെ കഷ്ടപ്പാടാ. ഓക്കെ നമുക്ക് ഈ സ്വിച്ച് ഒന്ന് പുള്ളി ചെയ്യണം. അപ്പം ഇവിടെ കിടക്കുന്ന ആ റൗണ്ട് സാധനങ്ങളെല്ലാം റിട്ടേൺ കറങ്ങി തുടങ്ങും. എന്നിട്ട് നമുക്ക് ചാടി പോവാന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ആ സ്വിച്ച് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തുകൊണ്ടേ റൈറ്റിലോട്ടാക്കണം. അതായത് ഈ മെഷീൻ മേളിലോട്ടും കറങ്ങണം, ബാക്കി മെഷീൻ ഈ മെഷീൻ താഴോട്ടും ബാക്കിയുള്ള മെഷീൻ മേളിലോട്ടും കറങ്ങണം. ഓക്കെ ശരിയായില്ല. ഒന്നുകൂടി ഒരു 2 റൗണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് ഓക്കെ കയറിക്കോ. കണ്ടോ ഇങ്ങനെ വേണം. ഓക്കെ നമുക്കൊന്ന് അവിടെ കയറാൻ പറ്റുന്നില്ല. ഓക്കെ പിന്നെ അല്ല ഇത്രയും ചാടി വന്ന് നമ്മളോടാ. ഓക്കെ ഇവിടെ ഇനി എന്താന്ന് നോക്കണം. ഇതിന് എന്തിൻ്റെ ലിവറാ? ഷോക്ക് ഉണ്ടല്ലോ. ഓക്കെ അത് പൊങ്ങിയും വരുന്നുണ്ട്. ഓക്കെ താന്നും പോകുന്നുണ്ട്. ഓക്കെ നമ്മളത് ഓക്കെ അവിടുത്തെ കറണ്ടും പോയിട്ടുണ്ട്. നമ്മൾ താഴെ ഇറങ്ങി അതിനെ ഒന്ന് ആട്ടി വിടണം. നല്ല ആടി വരുമ്പോൾ നമ്മൾ മേളിൽ കയറി ആ സ്വിച്ച് ഒന്ന് ഓണാക്കണം. അത് സംഭവം ഇങ്ങെത്തുമ്പോഴാണ് നമ്മൾ ആ സ്വിച്ച് ഓണാക്കാനുള്ളത്. ഇല്ലെങ്കിൽ വീണ്ടും താന്നു പോകും. കണ്ടോ സാഹസികത. അയ്യ സംഭവം ഈ വണ്ടി തള്ളി ബാക്കിലോട്ട് വയ്ക്കണമായിരുന്നു, എന്നിട്ട് വേണം ആ സ്വിച്ചിൽ ചാടാൻ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. നമുക്ക് അടുത്തൊരു ലാസ്റ്റ് പാർട്ട് ഉടൻ വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം.